ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന തിരുവചന ഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകം 20-ാം അധ്യായമാണ്. 20-ാം അധ്യായം ഒരു ശീർഷകത്തിന് കീഴിൽ മാത്രമാണ് വരുന്നത്. അത് ബെഞ്ചമിനെ ശിക്ഷിക്കുന്നു എന്നാണ് ആ ശീർഷകം. ആകെ 48 വാക്യങ്ങളാണ് 20-ാം അധ്യായത്തിൽ ഉള്ളത്. ഈ അധ്യായത്തിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. 20-ാം അധ്യായം 1-ാം തിരുവചനം. ദാൻ മുതൽ ബേർഷബ വരെയുള്ള ഇസ്രായേൽ ജനം മുഴുവൻ ഇറങ്ങിത്തിരിച്ചു. ഗിലിയാദ് ദേശക്കാരും ചേർന്നു. അവർ ഏകമനസ്സോടെ മിസ്പായിൽ കർത്താവിന് മുമ്പിൽ ഒരുമിച്ചുകൂടി. അപ്പോൾ എവിടം മുതൽ എവിടം വരെയുള്ള ഇസ്രായേൽ ജനമാണ് ഇറങ്ങിത്തിരിച്ചത്? ദാൻ മുതൽ ബേർഷബ വരെയുള്ള ഇസ്രായേൽ ജനം മുഴുവനുമാണ് ഇറങ്ങിത്തിരിച്ചത്. ദാൻ മുതൽ ബേർഷബ വരെയുള്ള ആരാണ് ഇറങ്ങിത്തിരിച്ചത്? വരെയുള്ള ഇസ്രായേൽ ജനം മുഴുവനും ഇറങ്ങിത്തിരിച്ചു. പിന്നെ അവരുടെ കൂടെ ചേർന്നതാരാ? ഗിലിയാദ് ദേശക്കാർ ചേർന്നു. അവരുടെ കൂടെ ചേർന്നതാണ് ഗിലിയാദ് ദേശക്കാർ. അപ്പോൾ ദാൻ മുതൽ ബേർഷബ വരെയുള്ള ഇസ്രായേൽ ജനം മുഴുവൻ ഇറങ്ങിത്തിരിച്ചു. ഗിലിയാദ് ദേശക്കാരും ചേർന്നു. അവർ എങ്ങനെയാണ് മിസ്പായിൽ കർത്താവിന് ഒരുമിച്ച് കൂടിയത്? അവർ ഏകമനസ്സോടെ മിസ്പായിൽ കർത്താവിൻ്റെ മുമ്പിൽ ഒരുമിച്ച് കൂടി. അവർ ഏകമനസ്സോടെ എവിടെയാണ് കർത്താവിന് മുമ്പിൽ ഒരുമിച്ച് കൂടിയത്? അവർ ഏകമനസ്സോടെ മിസ്പായിലാണ് കർത്താവിന് മുമ്പിൽ ഒരുമിച്ച് കൂടിയത്. അവർ ഏകമനസ്സോടെ മിസ്പായിൽ ആരുടെ മുമ്പിൽ ഒരുമിച്ച് കൂടിയത്? കർത്താവിന് മുമ്പിലാണ് ഒരുമിച്ച് കൂടിയത്. അവർ ഏകമനസ്സോടെ മിസ്പായിൽ കർത്താവിന് മുമ്പിൽ ഒരുമിച്ച് കൂടി. ദാൻ മുതൽ ബേർഷബ വരെയുള്ള ഇസ്രായേൽ ജനം മുഴുവൻ ഇറങ്ങിത്തിരിച്ചു. ഗിലിയാദ് ദേശക്കാരും ചേർന്നു. അവർ ഏകമനസ്സോടെ മിസ്പായിൽ കർത്താവിൻ്റെ മുമ്പിൽ ഒരുമിച്ച് കൂടി. അപ്പം 20:1 ദാൻ മുതൽ ബേർഷബ വരെയുള്ള ഇസ്രായേൽ ജനം മുഴുവൻ ഇറങ്ങിത്തിരിച്ചു. ഗിലിയാദ് ദേശക്കാരും ചേർന്നു. അവർ ഏകമനസ്സോടെ മിസ്പായിൽ കർത്താവിന് മുമ്പിൽ ഒരുമിച്ച് കൂടി. ഇനി 20:2 ജനപ്രമാണികളും ഇസ്രായേൽ ഗോത്രങ്ങളിലെ നേതാക്കന്മാരും ദൈവജനത്തിൻ്റെ സഭയിൽ ഹാജരായി. ഖഡ്ഗധാരികളുടെ ആ കാലാൾപ്പട 4 ലക്ഷം പേർ അടങ്ങിയതായിരുന്നു. അപ്പോൾ ആരൊക്കെയാണ് ദൈവജനത്തിൻ്റെ സഭയിൽ ഹാജരായത്? ജനപ്രമാണികളും ഇസ്രായേൽ ഗോത്രങ്ങളിലെ നേതാക്കന്മാരും. ജനപ്രമാണികളും ഇസ്രായേൽ ഗോത്രങ്ങളിലെ നേതാക്കന്മാരും ദൈവജനത്തിൻ്റെ സഭയിൽ ഹാജരായി. ജനപ്രമാണികളും ഇസ്രായേൽ ഗോത്രങ്ങളിലെ നേതാക്കന്മാരും ആരുടെ സഭയിലാണ് ഹാജരായത്? ദൈവജനത്തിൻ്റെ സഭയിലാണ് അവർ ഹാജരായത്. ജനപ്രമാണികളും ഇസ്രായേൽ ഗോത്രങ്ങളിലെ നേതാക്കന്മാരും ദൈവജനത്തിൻ്റെ സഭയിൽ ഹാജരായി. ജനപ്രമാണികളും ഇസ്രായേൽ ഗോത്രങ്ങളുടെ നേതാക്കന്മാരും ദൈവജനത്തിൻ്റെ സഭയിൽ എന്താ ചെയ്തത്? ഹാജരായി. ഇനി ഈ കാലാൾപ്പട, ഖഡ്ഗധാരികളായ പട എന്ന് പറഞ്ഞാൽ എത്ര പേരടങ്ങിയതായിരുന്നു? 4 ലക്ഷം പേരടങ്ങിയതായിരുന്നു. 4 ലക്ഷം പേരടങ്ങിയത് എന്തായിരുന്നു? ഖഡ്ഗധാരികളുടെ ആ കാലാൾപ്പട 4 ലക്ഷം പേരടങ്ങിയതായിരുന്നു. അപ്പോൾ 20:2 ജനപ്രമാണികളും ഇസ്രായേൽ ഗോത്രങ്ങളുടെ നേതാക്കന്മാരും ദൈവജനത്തിൻ്റെ സഭയിൽ ഹാജരായി. ഖഡ്ഗധാരികളുടെ ആ കാലാൾപ്പട 4 ലക്ഷം പേരടങ്ങിയതായിരുന്നു. 20:3 ഇസ്രായേൽ മിസ്പായിലേക്ക് പോയിരിക്കുന്നുവെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ കേട്ടു. ഇത്ര വലിയ ദുഷ്ടത എങ്ങനെ സംഭവിച്ചുവെന്ന് ഞങ്ങളോട് പറയുക എന്ന് ഇസ്രായേൽ ജനം ആവശ്യപ്പെട്ടു. അപ്പോൾ ഇസ്രായേൽ എവിടേക്ക് പോയിരിക്കുന്നു എന്ന ബെഞ്ചമിൻ ഗോത്രക്കാർ കേട്ടത്? മിസ്പായിലേക്ക് പോയിരിക്കുന്നുവെന്ന്. പിന്നെ ഇത്ര വലിയ ദുഷ്ടത എങ്ങനെ സംഭവിച്ചുവെന്ന് ഞങ്ങളോട് പറയുക എന്ന് ആവശ്യപ്പെട്ടത് ആരാണ്? ഇസ്രായേൽ ജനം. ഇസ്രായേൽ എങ്ങോട്ട് പോയിരിക്കുന്നുവെന്നാണ് ബെഞ്ചമിൻ ഗോത്രക്കാർ കേട്ടത്? മിസ്പായിലേക്ക് പോയിരിക്കുന്നുവെന്നാണ് കേട്ടത്. അപ്പം 20:3 ഇസ്രായേൽ മിസ്പായിലേക്ക് പോയിരിക്കുന്നു. ഇസ്രായേൽ മിസ്പായിലേക്ക് പോയിരിക്കുന്നുവെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ കേട്ടു. ഇത്ര വലിയ ദുഷ്ടത എങ്ങനെ സംഭവിച്ചു എന്ന് ഞങ്ങളോട് പറയുക എന്ന് ഇസ്രായേൽ ജനം ആവശ്യപ്പെട്ടു. 20:4 കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവായ ലേവ്യൻ പറഞ്ഞു, ബെഞ്ചമിൻ ഗോത്രത്തിൻ്റെ അധീനതയിലുള്ള ഗിബെയായിൽ ഞാനും എൻ്റെ ഉപനാരിയും രാത്രി താമസിക്കാൻ ചെന്നു. അപ്പോൾ കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവ് ആരായിരുന്നു? ലേവ്യനായിരുന്നു. ലേവ്യൻ എന്താ പറഞ്ഞത്? ബെഞ്ചമിൻ ഗോത്രത്തിൻ്റെ അധീനതയിലുള്ള ഗിബെയായി ഞാനും എൻ്റെ ഉപനാരിയും രാത്രി താമസിക്കാൻ ചെന്നു. അപ്പം ഗിബെയ എന്ന് പറയുന്നത് ഏത് ഗോത്രത്തിൻ്റെ അധീനതയിലുള്ള സ്ഥലമാണ്? ബെഞ്ചമിൻ ഗോത്രത്തിൻ്റെ അധീനതയിലുള്ള സ്ഥലമാണ്. ബെഞ്ചമിൻ ഗോത്രത്തിൻ്റെ അധീനതയിലുള്ള സ്ഥലം ഏതാണ്? ഗിബെയായിൽ. അവിടെ ആരാണ് താമസിക്കാൻ ചെന്നത്? ആ ലേവ്യനും അവൻ്റെ ഉപനാരിയും കൂടി എപ്പോഴാണ് താമസിക്കാൻ ചെന്നത്? രാത്രി താമസിക്കാൻ ചെന്നു. അപ്പോൾ ബെഞ്ചമിൻ ഗോത്രത്തിൻ്റെ അധീനതയിലുള്ള ഗിബെയായിൽ ഞാനും എൻ്റെ ഉപനാരിയും രാത്രി താമസിക്കാൻ ചെന്നു. 20:4 കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവായ ലേവ്യൻ പറഞ്ഞു, ബെഞ്ചമിൻ ഗോത്രത്തിൻ്റെ അധീനതയിലുള്ള ഗിബെയായി ഞാനും എൻ്റെ ഉപനാരിയും രാത്രി താമസിക്കാൻ ചെന്നു. 20:5
ഗിബെയയിലെ ആളുകൾ രാത്രി എനിക്കെതിരായി വന്ന് എന്നെ കൊല്ലാൻ വീട് വളഞ്ഞു. എൻ്റെ ഉപനാരിയെ അവർ ബലാത്സംഗം ചെയ്തു. അങ്ങനെ അവൾ മരിച്ചു. അപ്പോൾ ആരാണ് രാത്രിയിൽ ലേവിന് എതിരായിട്ട് വന്ന് കൊല്ലാനായിട്ട് വീട് വളഞ്ഞത്? ഗിബെയയിലെ ആളുകൾ. ഗിബെയയിലെ ആളുകൾ എന്താ ചെയ്തത്? രാത്രി ആ ലേവിനെതിരായി വന്നിട്ട് അവനെ കൊല്ലാനായിട്ട് വീട് വളഞ്ഞു. പിന്നെ ആരെയാണ് അവർ ബലാത്സംഗം ചെയ്തത്? ആ ലേവിൻ്റെ ഉപനാരിയാണ് അവർ ബലാത്സംഗം ചെയ്തത്. അല്ലെങ്കിൽ ലേവിൻ്റെ ഉപനാരി അവർ എന്താ ചെയ്തത്? ബലാത്സംഗം ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പോൾ അവൾ മരിച്ചു. അപ്പോൾ 20:5 ഗിബെയയിലെ ആളുകൾ രാത്രി എനിക്കെതിരായി വന്ന് എന്നെ കൊല്ലാൻ വീട് വളഞ്ഞു. എൻ്റെ ഉപനാരിയെ അവർ ബലാത്സംഗം ചെയ്തു. അങ്ങനെ അവൾ മരിച്ചു. 20:6 അവളെ ഞാൻ കഷ്ണങ്ങളായി മുറിച്ച് ഇസ്രായേൽക്കാരുടെ ദേശത്തെല്ലാം കൊടുത്തയച്ചു. അത്ര വലിയ മ്ലേച്ഛതയാണ് അവർ ഇസ്രായേലിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ലേവ്യന് അവൾ ഉപനാരി മരിച്ചു കഴിഞ്ഞപ്പോൾ ലേവ്യൻ എന്ത് ചെയ്തു? അവളെ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് എങ്ങോട്ടൊക്കെ കൊടുത്തയച്ചത്? ഇസ്രായേൽക്കാരുടെ ദേശത്തേക്കല്ല കൊടുത്തയച്ചു. അതിനുശേഷം അവൻ എന്താ പറഞ്ഞത്? അത്ര വലിയ മ്ലേച്ഛതയാണ് അവർ എവിടെ കാണിച്ചിരിക്കുന്നത്? ഇസ്രായേലിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ 20:6 അവളെ ഞാൻ കഷ്ണങ്ങളായി മുറിച്ച് ഇസ്രായേൽക്കാരുടെ ദേശത്തെല്ലാം കൊടുത്തയച്ചു. അത്ര വലിയ മ്ലേച്ഛതയാണ് അവർ ഇസ്രായേലിൽ കാണിച്ചിരിക്കുന്നത്. 20:7 അതുകൊണ്ട് ഇസ്രായേലിനെ ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യണമെന്നാണ് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ ഉപദേശം? തുടർന്ന് അവർ തന്നെ ചോദിക്കുകയാണ്, ഇസ്രായേലിയരോട് ചോദിക്കുകയാണ്, ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യണമെന്നാണ് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ ഉപദേശം? നിങ്ങളുടെ എന്താണ് ഉപദേശം? ആരോടെ ചോദിക്കുന്നത്? ഇസ്രായേലിയരോട്. എന്ത് കാര്യത്തെക്കുറിച്ച്? ഇതിനു മുമ്പ് സംഭവിച്ച ആ കാര്യത്തെക്കുറിച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടെ ആലോചിക്കുകയാണ്. 20:7 അതുകൊണ്ട് ഇസ്രായേലിയരെ ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യണമെന്നാണ് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ ഉപദേശം? 20:8 ജനം മുഴുവൻ ഏകമനസ്സായി എഴുന്നേറ്റ് നിന്ന് ശപഥം ചെയ്തു, ഞങ്ങളിൽ ഒരുവൻ പോലും കൂടാരത്തിലേക്കോ വീട്ടിലേക്കോ മടങ്ങി പോവുകയില്ല. ഇത് കേട്ടപ്പം ആരാണ് ഏകമനസ്സായി എഴുന്നേറ്റ് നിന്ന് ശപഥം ചെയ്തത്? ജനം മുഴുവൻ എങ്ങനെയാണ് എഴുന്നേറ്റ് നിന്ന് ശപഥം ചെയ്തത്? ഏകമനസ്സായി എഴുന്നേറ്റ് നിന്ന് ശപഥം ചെയ്തു. ജനം മുഴുവൻ ഏകമനസ്സായി എഴുന്നേറ്റ് നിന്ന് എന്താ ചെയ്തത്? ശപഥം ചെയ്തു. ജനം മുഴുവൻ ഏകമനസ്സായി എഴുന്നേറ്റ് നിന്ന് ശപഥം ചെയ്തു. എന്താ ചെയ്തത്? ഞങ്ങളെ ഒരുവൻ പോലും കൂടാരത്തിലേക്കോ വീട്ടിലേക്കോ മടങ്ങി പോവുകയില്ല. ഞങ്ങളെ ഒരുവൻ പോലും എങ്ങോട്ട് മടങ്ങി പോവുകയില്ലെന്നാണ് പറയുന്നത്? കൂടാരത്തിലേക്കോ വീട്ടിലേക്കോ മടങ്ങി പോവുകയില്ല എന്ന് അവർ ശപഥം ചെയ്യുകയാണ്. 20:8 ജനം മുഴുവൻ ഏകമനസ്സായി എഴുന്നേറ്റ് നിന്ന് ശപഥം ചെയ്തു, ഞങ്ങളെ ഒരുവൻ പോലും കൂടാരത്തിലേക്കോ വീട്ടിലേക്കോ മടങ്ങി പോവുകയില്ല. 20:9 ഗിബെയയോട് നമുക്ക് ഇങ്ങനെ ചെയ്യാം, നറുക്കിട്ട് നമുക്കതിനെ ആക്രമിക്കാം. അപ്പോൾ ഗിബെയയോട് എങ്ങനെ ചെയ്യാന്നാണ് പറഞ്ഞത്? നറുക്കിട്ട് നമുക്കതിനെ ആക്രമിക്കാം. എങ്ങനെ ആക്രമിക്കാമെന്നാ? നറുക്കിട്ട് നമുക്കതിനെ ആക്രമിക്കാം. നറുക്കിട്ട് ആരെ ആക്രമിക്കുന്ന കാര്യമാണ് പറയുന്നത്? ഗിബെയയെ. നറുക്കിട്ട് ഗിബെയയെ എന്ത് ചെയ്യാമെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്? ആക്രമിക്കാമെന്ന്. അപ്പോൾ 20:9 ഗിബെയയോട് നമുക്ക് ഇങ്ങനെ ചെയ്യാം, നറുക്കിട്ട് നമുക്ക് അതിനെ ആക്രമിക്കാം. 20:10 ഇസ്രായേലിലെ ഓരോ ഗോത്രത്തിലും നിന്ന് 100-ന് 10, 1000-ന് 100, 10,000-ന് 1000 എന്ന കണക്കിന് നമുക്ക് ആളുകളെ തിരഞ്ഞെടുക്കാം. ബെഞ്ചമിൻ ഗോത്രത്തിലെ ഗിബെയ നഗരം ഇസ്രായേലിൽ ചെയ്ത ക്രൂരകൃത്യത്തിന് പ്രതികാരം ചെയ്യാൻ ജനങ്ങൾ വരുമ്പോൾ ഈ തിരഞ്ഞെടുക്കപ്പെട്ടവർ അവർക്ക് ഭക്ഷണം കൊണ്ടുവരട്ടെ. അപ്പോൾ ഇസ്രായേൽ ജനത്തിലെ ഓരോ ഗോത്രത്തിൽ നിന്നും 100-ന് എത്രയാ? 10, അല്ലെങ്കിൽ 10-ന് എവിടെ? 100-ന് 10, പിന്നെ 1000-ന് 100, അല്ലെങ്കിൽ എന്തിനാ 100? 1000-ന് എത്രയാ? 100, അല്ലെങ്കിൽ എന്തിനാ 100? 1000-ന്. 100-ന് 10, 1000-ന് 100, 10,000-ന് 1000 അങ്ങനെയാണ് ആളുകൾ തിരഞ്ഞെടുത്തത്. എങ്ങനെയാ? 100-ന് 10, 1000-ന് 100, 10,000-ന് 1000 അങ്ങനെ. എന്നിട്ട് എന്ത് പറഞ്ഞു? ബെഞ്ചമിൻ ഗോത്രത്തിലെ ഗിബെയ നഗരം ഇസ്രായേൽ ചെയ്ത ക്രൂരകൃത്യത്തിന് പ്രതികാരം ചെയ്യാൻ ജനങ്ങൾ വരുമ്പോൾ ഈ തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്ത് ചെയ്യണം? അവർക്ക് ഭക്ഷണം കൊണ്ടുവരണം. ആരാ? ഈ തിരഞ്ഞെടുക്കപ്പെട്ട 100-ന് 10, 1000-ന് 100, 10,000-ന് 1000 എന്ന് പറഞ്ഞ് തിരഞ്ഞെടുക്കപ്പെട്ടവർ ഇവർക്ക് ഭക്ഷണം കൊണ്ടുവരണം. അപ്പോൾ 20:10 ഇസ്രായേലിലെ ഓരോ ഗോത്രത്തിലും നിന്ന് 100-ന് 10, 1000-ന് 100, 10,000-ന് 1000 എന്ന കണക്കിന് നമുക്ക് ആളുകളെ തിരഞ്ഞെടുക്കാം. ബെഞ്ചമിൻ ഗോത്രത്തിലെ ഗിബെയ നഗരം ഇസ്രായേലിൽ ചെയ്ത ക്രൂരകൃത്യത്തിന് പ്രതികാരം ചെയ്യാൻ ജനങ്ങൾ വരുമ്പോൾ ഈ തിരഞ്ഞെടുക്കപ്പെട്ടവർ അവർക്ക് ഭക്ഷണം കൊണ്ടുവരട്ടെ. 20:11 ഇസ്രായേൽ ജനം മുഴുവൻ പട്ടണത്തിനെതിരെ ഒറ്റക്കെട്ടായി നിന്നു. ഇസ്രായേൽ ജനം മുഴുവൻ എന്തിനെതിരെയാണ് ഒറ്റക്കെട്ടായി നിന്നത്? പട്ടണത്തിനെതിരെ. ഇസ്രായേൽ ജനം മുഴുവൻ പട്ടണത്തിനെതിരെ എങ്ങനെ നിന്നു? ഒറ്റക്കെട്ടായി നിന്നു. പട്ടണത്തിനെതിരെ ഒറ്റക്കെട്ടായി നിന്നത് ആരാണ്? ഇസ്രായേൽ ജനം മുഴുവൻ.
20:11 ഇസ്രായേൽ ജനം മുഴുവൻ പട്ടണത്തിനെതിരെ ഒറ്റക്കെട്ടായി നിന്നു. 20:12 ഇസ്രായേൽ ഗോത്രങ്ങൾ ബെഞ്ചമിൻ ഗോത്രത്തിലെങ്ങും ദൂതന്മാരെ അയച്ച് അറിയിച്ചു, എത്ര ഘോരമായ തിന്മയാണ് നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ബെഞ്ചമിൻ ഗോത്രത്തിലെങ്ങും ദൂതന്മാരെ അറിയിച്ചത് ആരാണ്? ഇസ്രായേൽ ഗോത്രങ്ങൾ. ഇസ്രായേൽ ഗോത്രങ്ങൾ എവിടെയാണ് ദൂതന്മാരെ അറിയിച്ചത്? ബെഞ്ചമിൻ ഗോത്രത്തിലെങ്ങും. ഇസ്രായേൽ ഗോത്രങ്ങൾ ബെഞ്ചമിൻ ഗോത്രത്തിലെങ്ങും ആരെ അയച്ചാണ് അറിയിച്ചത്? ദൂതന്മാരെ അയച്ച്. എന്താണ് അറിയിച്ചത്? എത്ര ഘോരമായ തിന്മയാണ് നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചിരിക്കുന്നത്. എത്ര ഘോരമായ എന്താണ് നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചിരിക്കുന്നത്? തിന്മയാണ്. തിന്മയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്താണ്? എത്ര ഘോരമായ തിന്മയാണ് നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചിരിക്കുന്നത്. 20:12 ഇസ്രായേൽ ഗോത്രങ്ങൾ ബെഞ്ചമിൻ ഗോത്രത്തിലെങ്ങും ദൂതന്മാരെ അയച്ച് അറിയിച്ചു, എത്ര ഘോരമായ തിന്മയാണ് നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചിരിക്കുന്നത്. 20:13 അതുകൊണ്ട് ഗിബെയയിലുള്ള ആ നീചന്മാരെ ഞങ്ങൾക്ക് വിട്ടുതരുവേ. ഇസ്രായേലിൽ നിന്ന് തിന്മ നീക്കം ചെയ്യേണ്ടതിന് ഞങ്ങൾ അവരെ കൊന്നുകളയട്ടെ. എന്നാൽ ബെഞ്ചമിൻ ഗോത്രക്കാർ തങ്ങളുടെ സഹോദരന്മാരായ ഇസ്രായേൽക്കാരുടെ വാക്കുകൾ വകവെച്ചില്ല. അപ്പം എവിടെയുള്ള നീചന്മാരെ വിട്ടുതരുവാനാണ് ഇസ്രായേൽക്കാർ ആവശ്യപ്പെട്ടത്? ഗിബെയയിലുള്ള ആ നീചന്മാരെ. ഗിബെയയിലുള്ള ആരെ വിട്ടുതരുവാനാണ് ആവശ്യപ്പെട്ടത്? ആ നീചന്മാരെ. ആരോട് ആവശ്യപ്പെട്ടത്? ബെഞ്ചമിൻ ഗോത്രക്കാരോട്. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ആ നീചന്മാരെ വിട്ടുതരുവാൻ പറഞ്ഞത്? ഇസ്രായേലിൽ നിന്ന് തിന്മ നീക്കം ചെയ്യേണ്ടതിന്, അവരെ കൊന്നുകളയാൻ വേണ്ടിയിട്ടാണ്. ഇസ്രായേലിൽ നിന്ന് തിന്മ നീക്കം ചെയ്യേണ്ടതിന് ഞങ്ങൾ അവരെ കൊന്നുകളയട്ടെ. എന്നാൽ ബെഞ്ചമിൻ ഗോത്രക്കാർ ആരുടെ വാക്കുകൾ വകവയ്ക്കാത്തത്? സഹോദരന്മാരായ ഇസ്രായേൽക്കാരുടെ വാക്കുകൾ. തങ്ങളുടെ സഹോദരന്മാരായ ഇസ്രായേൽക്കാരുടെ വാക്കുകൾ വകവയ്ക്കാത്തവരാരാണ്? ബെഞ്ചമിൻ ഗോത്രക്കാർ. അപ്പോൾ 20:13 അതുകൊണ്ട് ഗിബെയയിലുള്ള ആ നീചന്മാരെ ഞങ്ങൾക്ക് വിട്ടുതരുവിൻ. ഇസ്രായേലിൽ നിന്ന് തിന്മ നീക്കം ചെയ്യേണ്ടതിന് ഞങ്ങൾ അവരെ കൊന്നുകളയട്ടെ. എന്നാൽ ബെഞ്ചമിൻ ഗോത്രക്കാർ തങ്ങളുടെ സഹോദരന്മാരായ ഇസ്രായേൽക്കാരുടെ വാക്കുകൾ വകവെച്ചില്ല. 20:14 ഇസ്രായേൽ ജനത്തിനെതിരെ യുദ്ധം ചെയ്യാൻ അവർ പട്ടണങ്ങളിൽ നിന്ന് ഗിബെയയിൽ ഒന്നിച്ചുകൂടി. അപ്പോൾ ആർക്കെതിരെ യുദ്ധം ചെയ്യാനാണ് അവർ പട്ടണങ്ങളിൽ നിന്ന് ഗിബെയയിൽ ഒന്നിച്ചുകൂടിയത്? ഇസ്രായേൽ ജനത്തിനെതിരെ യുദ്ധം ചെയ്യാൻ. ആരാ? ബെഞ്ചമിൻ ഗോത്രക്കാർ. അവർ എവിടെ ഒന്നിച്ചുകൂടിയത്? അവർ ഗിബെയയിലാണ് ഒന്നിച്ചുകൂട്ടിയത്. 20:14 ഇസ്രായേൽ ജനത്തിനെതിരെ യുദ്ധം ചെയ്യാൻ അവർ പട്ടണങ്ങളിൽ നിന്ന് ഗിബെയയിൽ ഒന്നിച്ചുകൂടി. 20:15 ഗിബെയവാസികളിൽ നിന്ന് തന്നെ എണ്ണപ്പെട്ട 700 പ്രഗത്ഭന്മാരുണ്ടായിരുന്നു. അവർക്ക് പുറമെ വാളെടുക്കാൻ പോകുന്ന 26,000 ബെഞ്ചമിൻ ഗോത്രജരും ഉണ്ടായിരുന്നു. അപ്പോൾ ഗിബെയവാസികളിൽ നിന്ന് എത്ര പ്രഗത്ഭരാണ് ഉണ്ടായിരുന്നത്? 700 എണ്ണപ്പെട്ട 700 പ്രഗത്ഭരാണ് ഉണ്ടായിരുന്നത്. 700 എണ്ണപ്പെട്ട പ്രഗത്ഭർ ഏത് നിവാസികളിൽ നിന്ന് ഉണ്ടായിരുന്നത്? ഗിബെയവാസികളിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു. അവർക്ക് പുറമെ വാളെടുക്കാൻ പോകുന്ന എത്ര പേരുണ്ടായിരുന്നു? 26,000 ബെഞ്ചമിൻ ഗോത്രജർ. വാളെടുക്കാൻ പോകുന്ന 26,000 പേര് ഏത് ഗോത്രജരായിരുന്നു? ബെഞ്ചമിൻ ഗോത്രജരായിരുന്നു. അവരെന്തിനു വേണ്ടിയുള്ളതാണ്? വാളെടുക്കാൻ പോകുന്ന. അപ്പം 20:15 ഗിബെയവാസികളിൽ നിന്ന് തന്നെ എണ്ണപ്പെട്ട 700 പ്രഗത്ഭന്മാരുണ്ടായിരുന്നു. അവർക്ക് പുറമെ വാളെടുക്കാൻ പോകുന്ന 26,000 ബെഞ്ചമിൻ ഗോത്രജരും ഉണ്ടായിരുന്നു. 20:16 അവരെ പ്രഗത്ഭന്മാരായ 700 എടത്തുകയ്യന്മാരുണ്ടായിരുന്നു. ഇവർ ഒരു തലമുടി ഇഴയ്ക്ക് പോലും ഉന്നം തെറ്റാത്ത കവണക്കാരായിരുന്നു. അവർ പ്രഗത്ഭന്മാരായ എത്ര എടത്തുകയ്യന്മാരാണ് ഉണ്ടായിരുന്നത്? 700 എടത്തുകയ്യന്മാർ. അവർ പ്രഗത്ഭ 700 പേരുടെ പ്രത്യേകത എന്തായിരുന്നു? അവർ ഇടത്ത് കയ്യന്മാരായിരുന്നു. അവർ എങ്ങനെയുള്ള കവണക്കാരായിരുന്നു? ഒരു തലമുടിയിടയ്ക്ക് പോലും ഉന്നം തെറ്റാത്ത കവണക്കാരായിരുന്നു. ആ കവണക്കാരുടെ പ്രത്യേകതയാണ് ഒരു തലമുടിയിടയ്ക്ക് പോലും ഉന്നം തെറ്റാത്ത കവണക്കാരായിരുന്നു. 20:16 അവർ പ്രഗത്ഭന്മാരായ 700 ഇടതുകയ്യന്മാരുണ്ടായിരുന്നു. ഇവർ ഒരു തലമുടിയിടയ്ക്ക് പോലും ഉന്നം തെറ്റാത്ത കവണക്കാരായിരുന്നു. 20:17 മറുവശത്ത് ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ ഖഡ്ഗധാരികളായ 4 ലക്ഷം ഇസ്രായേൽ ഗോത്രക്കാർ അണിനിരന്നു. അപ്പം ആർക്കെതിരെയാണ് ഖഡ്ഗധാരികളായ 4 ലക്ഷം ഇസ്രായേൽ ഗോത്രക്കാർ അണിനിരുന്നത്? ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ. ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ ആരാണ് അണിനിരുന്നത്? ഖഡ്ഗധാരികളായ 4 ലക്ഷം ഇസ്രായേൽ ഗോത്രക്കാർ. ഇസ്രായേൽ യോദ്ധാക്കൾ എത്ര പേരാണ് ഉണ്ടായിരുന്നത്? ഖഡ്ഗധാരികളായ 4 ലക്ഷം പേരാണ് ഉണ്ടായിരുന്നത്. ഖഡ്ഗധാരികളായ 4 ലക്ഷം ആരാണ് ഉണ്ടായിരുന്നത്? ഇസ്രായേൽ യോദ്ധാക്കളാണ് അണിനിരുന്നത്. 20:17 മറുവശത്ത് ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ ഖഡ്ഗധാരികളായ 4 ലക്ഷം ഇസ്രായേൽ യോദ്ധാക്കൾ അണിനിരന്നു. 20:18 ഇസ്രായേൽ ജനം ബഥേലിലെത്തി. ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ദൈവത്തോട് ആരാഞ്ഞു. യൂദ ആദ്യം പോകട്ടെ എന്ന് കർത്താവ് അരുളി ചെയ്തു.
അപ്പം ഇസ്രായേൽ ജനം എവിടെ എത്തിയത്? ബഥേലിലെത്തി. അന്നേരം ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ആരോട് ആരാഞ്ഞത്? ദൈവത്തോട്. ആരോട് യുദ്ധം ചെയ്യാനാണ് ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ദൈവത്തോട് ആരാഞ്ഞത്? ബെഞ്ചമിൻ ഗോത്രക്കാരോട്. അപ്പോൾ കർത്താവ് അരുളിച്ചത് എന്താണ്? യൂദ ആദ്യം പോകട്ടെ എന്ന്. യൂദ ആദ്യം പോകട്ടെ എന്ന് ആരരുളി ചെയ്തത്? കർത്താവ് അരുളി ചെയ്തു. ദൈവത്തോടാണ് ആരാഞ്ഞത്, കർത്താവാണ് അരുളി ചെയ്തത്. അപ്പം 20:18 ഇസ്രായേൽ ജനം ബഥേലിലെത്തി. ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ദൈവത്തോട് ആരാഞ്ഞു. യൂദ ആദ്യം പോകട്ടെ എന്ന് കർത്താവ് അരുളി ചെയ്തു. 20:19 ഇസ്രായേൽ ജനം രാവിലെ എഴുന്നേറ്റ് ഗിബെയായ്ക്ക് എതിരായി പാളയമടിച്ചു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഗിബെയായ്ക്കെതിരെ പാളയമടിച്ചത് ആരാണ്? ഇസ്രായേൽ ജനം. ഇസ്രായേൽ ജനം എപ്പോഴാണ് ഗിബെയായ്ക്കെതിരെ പാളയം അടിച്ചത്? രാവിലെ എഴുന്നേറ്റ്. ഇസ്രായേൽ ജനം രാവിലെ എഴുന്നേറ്റ് എന്തിനെതിരായാണ് പാളയം അടിച്ചത്? ഗിബെയായ്ക്കെതിരെ. ഇസ്രായേൽ ജനം രാവിലെ എഴുന്നേറ്റ് ഗിബെയായ്ക്കെതിരെ എന്ത് ചെയ്തു? പാളയം അടിച്ചു. അപ്പോൾ 20:19 ഇസ്രായേൽ ജനം രാവിലെ എഴുന്നേറ്റ് ഗിബെയായ്ക്കെതിരായി പാളയം അടിച്ചു. 20:20 അവർ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി യുദ്ധത്തിനിറങ്ങി ഗിബെയായിൽ അവർക്കെതിരായി അണിനിരന്നു. അപ്പോൾ ഏത് ഗോത്രത്തിനെതിരായാണ് ഇസ്രായേൽ ജനം യുദ്ധത്തിനിറങ്ങിയത്? ബെഞ്ചമിൻ ഗോത്രത്തിന് എതിരായി. അവർ അവർ ആർക്കെതിരായി അണിനിരുന്നത്? ഗിബെയായിൽ അവർക്കെതിരായിട്ട് അണിനിരുന്നത്. അവർ എവിടെയാണ് അണിനിരുന്നത്? ഗിബെയായിലാണ് അണിനിരുന്നത്. അപ്പോൾ 20:20 അവർ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി യുദ്ധത്തിനിറങ്ങി ഗിബെയായിൽ അവർക്കെതിരെ അണിനിരന്നു. 20:21 ബെഞ്ചമിൻ ഗോത്രക്കാർ ഗിബെയായിൽ നിന്ന് വന്ന് 20,000 ഇസ്രായേൽക്കാരെ അന്ന് അരിഞ്ഞു വീഴ്ത്തി. അപ്പോൾ ബെഞ്ചമിൻ ഗോത്രക്കാർ ഗിബെയായിൽ നിന്ന് വന്ന് എത്ര ഇസ്രായേൽക്കാരെയാണ് അന്ന് അരിഞ്ഞു വീഴ്ത്തിയത്? 20,000 ഇസ്രായേൽക്കാരെ. ഏത് ഗോത്രക്കാരാണ് ഗിബെയായിൽ നിന്ന് വന്ന് 20,000 ഇസ്രായേൽക്കാരെ അന്ന് അരിഞ്ഞു വീഴ്ത്തിയത്? ബെഞ്ചമിൻ ഗോത്രക്കാർ. ബെഞ്ചമിൻ ഗോത്രക്കാർ എവിടെ നിന്ന് വന്നാണ് 20,000 ഇസ്രായേൽക്കാരെ അന്ന് അരിഞ്ഞു വീഴ്ത്തിയത്? ഗിബെയായിൽ നിന്ന് വന്ന്. ബെഞ്ചമിൻ ഗോത്രക്കാർ ഗിബെയായിൽ നിന്ന് വന്ന് 20,000 ആരെയാണ് അരിഞ്ഞു വീഴ്ത്തിയത്? ഇസ്രായേൽക്കാരെ. അപ്പം 20:21 ബെഞ്ചമിൻ ഗോത്രക്കാർ ഗിബെയായിൽ നിന്ന് വന്ന് 20,000 ഇസ്രായേൽക്കാരെ അന്ന് അരിഞ്ഞു വീഴ്ത്തി. 20:22 എങ്കിലും ഇസ്രായേൽക്കാർ ധൈര്യം സംഭരിച്ചു. ആദ്യ ദിവസം അണിനിരുന്നിടത്ത് തന്നെ വീണ്ടും അണിനിരുന്നു. അപ്പോൾ ആരാ വീണ്ടും ധൈര്യം സംഭരിച്ചത്? ഇസ്രായേൽക്കാർ. എങ്കിലും ഇസ്രായേൽക്കാർ എന്താണ് സംഭരിച്ചത്? ധൈര്യം സംഭരിച്ചു. എന്നിട്ട് എവിടെയാണ് അണിനിരുന്നത്? ആദ്യം അണിനിരുന്നിടത്ത് തന്നെ. ആദ്യം അണിനിരുന്നത് എവിടെയായിരുന്നു? ഗിബെയായിലാണ് അണിനിരുന്നത്. അവിടെ തന്നെ വീണ്ടും അവരെ അണിനിരക്കുകയാണ്. അപ്പോൾ 20:22 എങ്കിലും ഇസ്രായേൽക്കാർ ധൈര്യം സംഭരിച്ചു. ആദ്യ ദിവസം അണിനിരുന്നിടത്ത് തന്നെ വീണ്ടും അണിനിരന്നു. 20:23 അവർ സായാഹ്നം വരെ കർത്താവിൻ്റെ മുമ്പിൽ കരഞ്ഞു. സഹോദരന്മാരായ ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ വീണ്ടും യുദ്ധത്തിന് പോകണമോ എന്ന് അവിടുത്തോട് ആരാഞ്ഞു. ചെല്ലുക എന്ന് കർത്താവ് അരുളി ചെയ്തു. അപ്പോൾ അവർ എപ്പോൾ വരെയാണ് കർത്താവിൻ്റെ മുമ്പിൽ കരഞ്ഞത്? സായാഹ്നം വരെ. ഇസ്രായേൽക്കാർ സായാഹ്നം വരെ എന്തു ചെയ്തു? കർത്താവിൻ്റെ മുമ്പിൽ കരഞ്ഞു. എന്നിട്ട് അവർ എന്താ ചോദിച്ചത്? സഹോദരന്മാരായ ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ വീണ്ടും യുദ്ധത്തിന് പോകണമോ എന്ന് അവിടുത്തോട് ആരാഞ്ഞു. അപ്പോൾ സഹോദരന്മാരായ ഏത് ഗോത്രക്കാർക്കെതിരെ വീണ്ടും യുദ്ധത്തിന് പോകണമോ എന്നാണ് അവിടുത്തോട് ഇസ്രായേൽ ജനം ആരാഞ്ഞത്? ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് എതിരായിട്ട്. കർത്താവ് എന്താണ് അരുളി ചെയ്തത്? ചെല്ലുക എന്ന് കർത്താവ് അരുളി ചെയ്തു. അപ്പം 20:23 അവർ സായാഹ്നം വരെ കർത്താവിൻ്റെ മുമ്പിൽ കരഞ്ഞു. സഹോദരന്മാരായ ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ വീണ്ടും യുദ്ധത്തിന് പോകണമോ എന്ന് അവിടുത്തോട് ആരാഞ്ഞു. ചെല്ലുക എന്ന് കർത്താവ് അരുളി ചെയ്തു. 20:24 അങ്ങനെ ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി 2-ാം ദിവസവും അണിനിരന്നു. അപ്പോൾ 2-ാം ദിവസവും അണിനിരുന്നത് ഇസ്രായേൽക്കാർ ഏത് ഗോത്രത്തിനെതിരായാണ്? ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി. ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി 2-ാം ദിവസവും അണിനിരുന്ന ആരാണ്? ഇസ്രായേൽക്കാർ. അങ്ങനെ ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി 2-ാം ദിവസവും അണിനിരുന്നു. 20:24 അങ്ങനെ ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി 2-ാം ദിവസവും അണിനിരന്നു. 20:25 ബെഞ്ചമിൻ ഗോത്രക്കാർ 2-ാം ദിവസവും ഗിബെയായിൽ നിന്ന് വന്ന് അവരെ നേരിട്ടു. ഖഡ്ഗധാരികളായ 18,000 ഇസ്രായേൽക്കാരെ വധിച്ചു. അപ്പോൾ ബെഞ്ചമിൻ ഗോത്രക്കാർ 2-ാം ദിവസം എവിടെ നിന്ന് വന്ന് അവരെ നേരിട്ടത്? ഗിബെയായിൽ നിന്ന് വന്ന്. ഗിബെയായിൽ നിന്ന് വന്ന് ഇസ്രായേൽക്കാരെ നേരിട്ടത് ആരാണ്? ബെഞ്ചമിൻ ഗോത്രക്കാർ. അവരെ എത്ര ഇസ്രായേൽക്കാരെയാണ് വധിച്ചത്? ഖഡ്ഗധാരികളായ 18,000 ഇസ്രായേൽക്കാരെ 2-ാം ദിവസം വധിച്ചു. അപ്പോൾ 2-ാം ദിവസം എത്ര ഇസ്രായേൽക്കാരാണ് വധിക്കപ്പെട്ടത്? 18,000 ഇസ്രായേൽക്കാർ വധിക്കപ്പെട്ടു. 20:25 ബെഞ്ചമിൻ ഗോത്രക്കാർ 2-ാം ദിവസവും ഗിബെയായിൽ നിന്ന് വന്ന് അവരെ നേരിട്ടു. ഖഡ്ഗധാരികളായ 18,000 ഇസ്രായേൽക്കാരെ വധിച്ചു. 20:26
അപ്പോൾ ഇസ്രായേൽ ജനം മുഴുവനും യോദ്ധാക്കളെല്ലാം ചേർന്ന് ബഥേലിൽ വന്നു കരഞ്ഞു. അവർ ആ ദിവസം സായാഹ്നം വരെ കർത്താവിൻ്റെ മുൻപിൽ ഉപവസിക്കുകയും ദഹനബലികളും സമാധാന ബലികളും അർപ്പിക്കുകയും ചെയ്തു. അന്നേരം ഇസ്രായേൽ ജനം മുഴുവനും എവിടെ വന്നാണ് കരഞ്ഞത്? ബഥേലി വന്നാണ് കരഞ്ഞത്. ആരൊക്കെ ഉണ്ടെന്ന് യോദ്ധാക്കളെല്ലാം ചേർന്നാണ് ബഥേലി വന്ന് കരഞ്ഞത്. പിന്നെ അവർ സായാഹ്നം വരെ എന്ത് ചെയ്തു? കർത്താവിന് മുൻപിൽ ഉപവസിക്കുകയും ദഹനബലികളും സമാധാന ബലികളും അർപ്പിക്കുകയും ചെയ്തു. ഏതൊക്കെ ബലികളാണ് അർപ്പിച്ചത്? ദഹനബലികളും സമാധാന ബലികളുമാണ് അർപ്പിച്ചത്. 20-26 അപ്പോൾ ഇസ്രായേൽ ജനം മുഴുവനും യോദ്ധാക്കളെല്ലാം ചേർന്ന് ബഥേലി വന്ന് കരഞ്ഞു. അവർ ആ ദിവസം സായാഹ്നം വരെ കർത്താവിന് മുൻപിൽ ഉപവസിക്കുകയും ദഹനബലികളും സമാധാന ബലികളും അർപ്പിക്കുകയും ചെയ്തു. 20-27 ഇസ്രായേൽ ജനം കർത്താവിൻ്റെ ഹിതം ആരാഞ്ഞു. അപ്പോൾ ഇസ്രായേൽ ജനം ആരുടെ ഹിതമാണ് ആരാഞ്ഞത്? കർത്താവിൻ്റെ ഹിതം ആരാഞ്ഞു. ആരാണ് കർത്താവിൻ്റെ ഹിതം ആരാഞ്ഞത്? ഇസ്രായേൽ ജനം. അല്ലെങ്കിൽ ഇസ്രായേൽ ജനം കർത്താവിൻ്റെ എന്താണ് ആരാഞ്ഞത്? കർത്താവിൻ്റെ ഹിതം ആരാഞ്ഞു. 20-27 ഇസ്രായേൽ ജനം കർത്താവിൻ്റെ ഹിതം ആരാഞ്ഞു. 20-28 ദൈവത്തിൻ്റെ വാഗ്ദാന പേടകം ആ നാളുകളിൽ അവിടെയായിരുന്നു. അഹ്റോന്റെ പുത്രനായ എലിയാസറിന്റെ പുത്രൻ ഫിനെഹാസ് ആയിരുന്നു അന്ന് പൗരോഹിത്യ ശുശ്രൂഷ നടത്തിയിരുന്നത്. അവർ ചോദിച്ചു, ഞങ്ങളുടെ സഹോദരന്മാരായ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി ഞങ്ങൾ യുദ്ധത്തിന് വീണ്ടും പുറപ്പെടണമോ അതോ പിന്മാറണമോ? നിങ്ങൾ പോകുക, നാളെ ഞാൻ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് കർത്താവ് ഉത്തരമരുളി. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാന പേടകം ആ നാളുകളിൽ എവിടെയായിരുന്നു? ബഥേലിലായിരുന്നു അന്നുണ്ടായിരുന്നത്. അന്ന് ആരാണ് പൗരോഹിത്യ ശുശ്രൂഷ നടത്തിയിരുന്നത്? അഹ്റോന്റെ പുത്രനായ എലിയാസറിന്റെ പുത്രൻ ഫിനെഹാസ് ആയിരുന്നു. ഫിനെഹാസിൻ്റെ പിതാവിൻ്റെ പേര് എലിയാസറിന്റെ പിതാവിൻ്റെ പേര് അഹ്റോൻ. അപ്പം ഫിനെഹാസിൻ്റെ വല്യപ്പൻ്റെ പേരാണ് അഹ്റോൻ. അപ്പോൾ അഹ്റോന്റെ പുത്രനാണ് എലിയാസറിന്റെ പുത്രനാണ് ഫിനെഹാസാണ് അന്ന് പൗരോഹിത്യ ശുശ്രൂഷ നടത്തിയിരുന്നത്. അപ്പോൾ അന്ന് ഇസ്രായേൽ ജനം എന്താ ചോദിച്ചത്? ഞങ്ങളുടെ സഹോദരന്മാരായ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി ഞങ്ങൾ യുദ്ധത്തിന് വീണ്ടും പുറപ്പെടണമോ അതോ പിന്മാറണമോ? രണ്ട് കാര്യം ചോദിച്ചു. വീണ്ടും പുറപ്പെടണമോ അതോ പിന്മാറണമോ? അപ്പോൾ കർത്താവ് എന്ത് പറഞ്ഞു? നിങ്ങൾ പോകുക, നാളെ ഞാൻ അവരെ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കുമെന്ന് കർത്താവ് ഉത്തരമരുളി എന്താണ്? നിങ്ങൾ പോകുക, നാളെ ഞാൻ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് കർത്താവ് ഉത്തരമരുളി. അപ്പോൾ 20-28 എന്ന ദൈവത്തിൻ്റെ വാഗ്ദാന പേടകം ആ നാളുകളിൽ അവിടെയായിരുന്നു. അഹ്റോന്റെ പുത്രനായ എലിയാസറിന്റെ പുത്രൻ ഫിനെഹാസ് ആയിരുന്നു അന്ന് പൗരോഹിത്യ ശുശ്രൂഷ നടത്തിയിരുന്നത്. അവർ ചോദിച്ചു, ഞങ്ങളുടെ സഹോദരന്മാരായ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി ഞങ്ങൾ യുദ്ധത്തിന് വീണ്ടും പുറപ്പെടണമോ അതോ പിന്മാറണമോ? നിങ്ങൾ പോകുക, നാളെ ഞാൻ അവരെ നിങ്ങളുടെ കൈ ഏൽപ്പിക്കുമെന്ന് കർത്താവ് ഉത്തരമരുളി. 20-29 ഇസ്രായേൽക്കാർ ഗിബെയായ്ക്ക് ചുറ്റും ആളുകളെ പതിയിരുത്തി. അപ്പോൾ ഇസ്രായേൽക്കാർ ഏതിനു ചുറ്റുമാണ് ആളുകളെ പതിയിരുത്തിയത്? ഗിബെയായ്ക്ക് ചുറ്റും. ആരാണ് ഗിബെയായ്ക്ക് ചുറ്റും ആളുകളെ പതിയിരുത്തിയത്? ഇസ്രായേൽക്കാർ ഗിബെയായ്ക്ക് ചുറ്റും ആരെയാണ് പതിയിരുത്തിയത്? ആളുകളെ. ഇസ്രായേൽക്കാർ ഗിബെയായ്ക്ക് ചുറ്റും ആളുകളെ എന്ത് ചെയ്തു? പതിയിരുത്തി. 20-29 ഇസ്രായേൽക്കാർ ഗിബെയായ്ക്ക് ചുറ്റും ആളുകളെ പതിയിരുത്തി. 20-30 അതിനുശേഷം ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി ഇസ്രായേൽ 3-ാം ദിവസവും യുദ്ധത്തിനിറങ്ങി. മറ്റ് 2 അവസരങ്ങളെ പോലെ ഗിബെയായ്ക്ക് എതിരായി അണിനിരന്നു. അപ്പം 3-ാം ദിവസവും ഏത് ഗോത്രത്തിനെതിരെയാണ് ഇസ്രായേൽ യുദ്ധത്തിനിറങ്ങിയത്? ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായിട്ട്. അപ്പം മറ്റ് 2 അവസരങ്ങളെ പോലെ എവിടെയാണ് ഈ പ്രാവശ്യം പതിയിരുന്നത്? ഗിബെയായ്ക്കെതിരായിട്ട് തന്നെയാണ് പതിയിരുന്നത്. അപ്പോൾ 20-30 അതിനുശേഷം ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി ഇസ്രായേൽ 3-ാം ദിവസവും യുദ്ധത്തിനിറങ്ങി. മറ്റ് 2 അവസരങ്ങളിലെ പോലെ ഗിബെയായ്ക്ക് എതിരായി അണിനിരന്നു. 20-31 ബെഞ്ചമിൻ ഗോത്രക്കാരും ഇസ്രായേൽ ജനത്തിനെതിരായി പട്ടണത്തിൽ നിന്ന് പുറത്തു വന്നു. മുൻ അവസരങ്ങളിലെ പോലെ ബഥേലിലേക്കും ഗിബെയായിലേക്കും പോകുന്ന പെരുവകളിൽ വെച്ചും വിജനപ്രദേശത്ത് വെച്ചും അവർ കൊല തുടങ്ങി. 30ഓളം ഇസ്രായേൽക്കാർ വധിക്കപ്പെട്ടു. അപ്പം 3-ാം ദിവസവും ബെഞ്ചമിൻ ഗോത്രക്കാരെ ഇസ്രായേൽ ജനത്തിനെതിരായിട്ട് പുറത്തു വന്നു. മറ്റവസരങ്ങളെ പോലെ എവിടെയൊക്കെ വെച്ചാണ് അവർ കൊല തുടങ്ങിയത്? ബഥേലിലേക്കും ഗിബെയായിലേക്കും പോകുന്ന പെരുവഴികളിൽ വെച്ചും വിജനപ്രദേശത്ത് വെച്ചും. എവിടെയൊക്കെയാണ്? ബഥേലിലേക്കും ഗിബെയായിലേക്കും പോകുന്ന പെരുവഴികളിൽ വെച്ചും വിജനപ്രദേശത്ത് വെച്ചും അവർ കൊല തുടങ്ങി. അന്ന് എത്ര ഇസ്രായേൽക്കാരാണ് വധിക്കപ്പെട്ടത്? അന്ന് 30ഓളം ഇസ്രായേൽക്കാർ വധിക്കപ്പെട്ടു. അപ്പം 20-31 ബെഞ്ചമിൻ ഗോത്രക്കാരും ഇസ്രായേൽ ജനത്തിനെതിരായി പട്ടണത്തിൽ നിന്ന് പുറത്തു വന്നു. മുൻ അവസരങ്ങളിലെ പോലെ ബഥേലിലേക്കും ഗിബെയായിലേക്കും പോകുന്ന പെരുവഴികളിൽ വെച്ചും വിജയപ്രദേശത്ത് വെച്ചും അവർ കൊല തുടങ്ങി. 30ഓളം ഇസ്രായേൽക്കാർ വധിക്കപ്പെട്ടു. 20-32 ബെഞ്ചമിൻ ഗോത്രക്കാർ പറഞ്ഞു, അവർ ആദ്യത്തെ പോലെ തന്നെ തുരുത്തപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇസ്രായേൽ ജനം കൂടി ആലോചിച്ചു, നമുക്ക് പലായനം ചെയ്യാം. അങ്ങനെ അവരെ നമുക്ക് പെരുവഴിയിലേക്ക് ആനയിക്കാം.
ഇപ്പം ബെഞ്ചമിൻ ഗോത്രക്കാരെന്താ പറഞ്ഞത്? അവർ ആദ്യത്തെ പോലെ തന്നെ തുരുത്തപ്പെട്ടിരിക്കുന്നു എന്ന്. അവർ ആദ്യത്തെ പോലെ തന്നെ തുരുത്തപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് ആരാ? ബെഞ്ചമിൻ ഗോത്രക്കാർ. ഇസ്രായേൽക്കാരെങ്ങനെയാണ് ആലോചിച്ചത്? നമുക്ക് പലായനം ചെയ്യാം, അങ്ങനെ അവർ നമുക്ക് പെരുവഴിയിലേക്ക് ആനയിക്കാം. എങ്ങോട്ട് ആനയിക്കാമെന്ന്? പെരുവഴിയിലേക്ക് ആനയിക്കാം എന്ന് ഇസ്രായേൽ ജനം ആലോചിച്ചു. 20:32 ബെഞ്ചമിൻ ഗോത്രക്കാർ പറഞ്ഞു, അവർ ആദ്യത്തെ പോലെ തന്നെ തുരത്തപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇസ്രായേൽ ജനം കൂടി ആലോചിച്ചു, നമുക്ക് പലായനം ചെയ്യാം, അങ്ങനെ അവരെ നമുക്ക് പെരുവഴിയിലേക്ക് ആനയിക്കാം. 20:33 ഇസ്രായേൽ ഒന്നടക്കം തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്ന് പുറപ്പെട്ട് ബാൽ തമാറിൽ അണിനിരന്നു. ഗേബായ്ക്ക് പടിഞ്ഞാറ് വശത്ത് പതിയിരുന്ന ഇസ്രായേലിലും ഓടിക്കൂടി. അപ്പോൾ ഇസ്രായേൽ ഒന്നടക്കം എവിടെ നിന്ന് പുറപ്പെട്ടാണ് ബാൽ തമാറിൽ അണിനിരുന്നത്? തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്ന് പുറപ്പെട്ട്. ഇസ്രായേൽ ഒന്നടക്കം തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്ന് പുറപ്പെട്ട് എവിടെയാണ് അണിനിരുന്നത്? ബാൽ തമാറിൽ. ഇസ്രായേൽ ഒന്നടക്കം തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്ന് പുറപ്പെട്ട് ബാൽ തമാറി എന്ത് ചെയ്തു? അണിനിരുന്നു. ആരാണ് തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്ന് പുറപ്പെട്ട് ബാൽ തമാറി അണിനിരുന്നത്? ഇസ്രായേൽ. അപ്പം എവിടെയുള്ള ഇസ്രായേലിലാണ് ഓടിക്കൂടിയത്? ഗേബായ്ക്ക് പടിഞ്ഞാറ് വശത്ത് പതിയിരുന്ന ഇസ്രായേലിൽ ഓടിക്കൂടി. അപ്പം എവിടെയാണ് ഇസ്രായേലിൽ പതിയിരുന്നത്? ഓടിക്കൂടിയ ഇസ്രായേലിൽ പതിയിരുന്നത് എവിടെയായിരുന്നു? ഗേബയ്ക്ക് പടിഞ്ഞാറ് വശത്ത്. ഗേബയ്ക്ക് എവിടെയാണ്? ഗേബയ്ക്ക് പടിഞ്ഞാറ് വശത്ത് പതിയിരുന്ന ഇസ്രായേലിലും ഓടിക്കൂടി. 20:33 ഇസ്രായേൽ ഒന്നടക്കം തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്ന് പുറപ്പെട്ട് ബാൽ തമാറി അണിനിരന്നു. ഗേബായ്ക്ക് പടിഞ്ഞാറ് വശത്ത് പതിയിരുന്ന ഇസ്രായേലിലും ഓടിക്കൂടി. 20:34 ഗിബിയായ്ക്കെതിരായി തിരഞ്ഞെടുക്കപ്പെട്ട 10,000 ഇസ്രായേലിയർ അണിനിരന്നു. ഉഗ്രമായ പോരാട്ടം നടന്നു. തങ്ങൾക്ക് നാശം അടുത്തിരിക്കുന്നുവെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ അറിഞ്ഞില്ല. അപ്പം എന്തിനെതിരായാണ് തിരഞ്ഞെടുക്കപ്പെട്ട 10,000 ഇസ്രായേലിയർ അണിനിരുന്നത്? ഗിബിയായ്ക്ക് എതിരായി. അല്ലെങ്കിൽ ഗിബിയായ്ക്ക് എതിരായി ആരാണ് അണിനിരുന്നത്? തിരഞ്ഞെടുക്കപ്പെട്ട 10,000 ഇസ്രായേലിയർ അണിനിരുന്നു. അവിടെ എന്ത് സംഭവിച്ചു? ഉഗ്രമായ പോരാട്ടം നടന്നു. തങ്ങളുടെ നാശം അടുത്തിരിക്കുന്നവർ അറിയാത്തവർ ആരാണ്? ബെഞ്ചമിൻ ഗോത്രക്കാർ അറിഞ്ഞില്ല. അപ്പോൾ ബെഞ്ചമിൻ ഗോത്രക്കാർ എന്താണ് അറിയാത്തത്? തങ്ങളുടെ നാശം അടുത്തിരിക്കുന്നുവെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ അറിഞ്ഞില്ല. 20:34 ഗിബിയായ്ക്കെതിരായി തിരഞ്ഞെടുക്കപ്പെട്ട 10,000 ഇസ്രായേലിയർ അണിനിരന്നു. ഉഗ്രമായ പോരാട്ടം നടന്നു. തങ്ങൾക്ക് നാശം അടുത്തിരിക്കുന്നുവെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ അറിഞ്ഞില്ല. 20:35 കർത്താവ് ഇസ്രായേലിയുടെ മുൻപിൽ ബെഞ്ചമിൻ ഗോത്രക്കാരെ പരാജയപ്പെടുത്തി. ഖഡ്ഗധാരികളായ 25,100 പേരെ ആ ദിവസം ഇസ്രായേൽ വകവരുത്തി. അപ്പം ആരാണ് ഇസ്രായേലിന്റെ മുൻപിൽ ബെഞ്ചമിൻ ഗോത്രക്കാരെ പരാജയപ്പെടുത്തിയത്? കർത്താവ്. കർത്താവ് ആരുടെ മുൻപിലാണ് ബെഞ്ചമിൻ ഗോത്രക്കാരെ പരാജയപ്പെടുത്തിയത്? ഇസ്രായേലിയുടെ മുൻപിൽ. കർത്താവ് ഇസ്രായേലിയുടെ മുമ്പിൽ ഏത് ഗോത്രക്കാരെയാണ് പരാജയപ്പെടുത്തിയത്? ബെഞ്ചമിൻ ഗോത്രക്കാരെ. ആ ദിവസം ഇസ്രായേൽക്കാർ വകവരുത്തിയത് എത്ര പേരെയാണ്? 25,100 പേരെ. ഖഡ്ഗധാരികളായ 25,100 പേരെയാണ് ആ ദിവസം ഇസ്രായേൽക്കാർ വകവരുത്തിയത്. 20:35 കർത്താവ് ഇസ്രായേലിയുടെ മുൻപിൽ ബെഞ്ചമിൻ ഗോത്രക്കാരെ പരാജയപ്പെടുത്തി. ഖഡ്ഗധാരികളായ 25,100 പേരെ ആ ദിവസം ഇസ്രായേൽക്കാർ വകവരുത്തി. 20:36 തങ്ങൾ പരാജയപ്പെട്ടുവെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ മനസ്സിലാക്കി. ഗിബിയായ്ക്കെതിരെ പതിയിരുത്തിയിരുന്നവരെ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഇസ്രായേൽക്കാർ അവിടെ നിന്ന് പിൻവാങ്ങി. അപ്പം ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് അപ്പം മനസ്സിലായത് എന്തായാലും തങ്ങൾ പരാജയപ്പെട്ടുവെന്ന്. തങ്ങൾ പരാജയപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയത് ആരാണ്? ബെഞ്ചമിൻ ഗോത്രക്കാർ. ആര് വിശ്വാസമർപ്പിച്ചുകൊണ്ടാണ് ഇസ്രായേൽക്കാർ അവിടെ നിന്ന് പിൻവാങ്ങിയത്? ഗിബിയായ്ക്കെതിരെ പതിയിരുത്തിയിരുന്നവരിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഇസ്രായേൽക്കാർ അവിടെ നിന്ന് പിൻവാങ്ങി. അപ്പോൾ ഗിബിയായ്ക്കെതിരെ പതിയിരുത്തിയിരുന്നവരിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ആരാണ് അവിടെ നിന്ന് പിൻവാങ്ങിയത്? ഇസ്രായേൽക്കാർ അവിടെ നിന്ന് പിൻവാങ്ങി. അപ്പോൾ 20:36 തങ്ങൾ പരാജയപ്പെട്ടുവെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ മനസ്സിലാക്കി. ഗിബിയായ്ക്ക് എതിരെ പതിയിരുത്തിയിരുന്നവരിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഇസ്രായേൽക്കാർ അവിടെ നിന്ന് പിൻവാങ്ങി. 20:37 പതിയിരിപ്പുകാർ ഗിബിയായിലേക്ക് തള്ളിക്കയറി പട്ടണം മുഴുവൻ വാളിനിരയാക്കി. അപ്പോൾ ആരാണ് ഗിബിയായിലേക്ക് തള്ളിക്കയറിയത്? പതിയിരിപ്പുകാർ. അല്ലെങ്കിൽ പതിയിരിപ്പുകാർ എങ്ങോട്ട് തള്ളിക്കയറിയത്? ഗിബിയായിലേക്ക്. അല്ലെങ്കിൽ പതിയിരിപ്പുകാർ ഗിബിയായിലേക്ക് എന്ത് ചെയ്തു? തള്ളിക്കയറി. എവിടെയാണ് വാളിനിരയാക്കിയത്? പട്ടണം മുഴുവൻ വാളിനിരയാക്കി. പട്ടണം മുഴുവൻ എന്ത് ചെയ്തു? വാളിനിരയാക്കി. 20:37 പതിയിരിപ്പുകാർ ഗിബിയായിലേക്ക് തള്ളിക്കയറി പട്ടണം മുഴുവൻ വാളിനിരയാക്കി. 20:38 ഇസ്രായേൽക്കാരും പതിയിരിപ്പുകാരും അടയാളമായി പട്ടണത്തിൽ ഒരു വലിയ പുകപടലം ഉയർത്തണമെന്ന് തമ്മിൽ പറഞ്ഞൊത്തിരുന്നു. അപ്പം ഇസ്രായേൽക്കാരും പതിയിരിപ്പുകാരും തമ്മിൽ അടയാളമായിട്ട് എന്താ പറഞ്ഞിരുന്നത്? പട്ടണത്തിൽ ഒരു വലിയ പുകപടലം ഉയർത്തണമെന്ന് തമ്മിൽ പറഞ്ഞൊത്തിരുന്നു. അപ്പം പട്ടണത്തിൽ ഒരു വലിയ പുകപടലം ഉയർത്തണമെന്ന് തമ്മിൽ ഒത്തിരുന്നത് ആരാണ്? ഇസ്രായേൽക്കാരും പതിയിരിപ്പുകാരും അടയാളമായി പറഞ്ഞതാണ്. അന്നേരം 20:38 ഇസ്രായേൽക്കാരും പതിയിരിപ്പുകാരും അടയാളമായി പട്ടണത്തിൽ ഒരു വലിയ പുകപടലം ഉയർത്തണമെന്ന് തമ്മിൽ പറഞ്ഞൊത്തിരുന്നു. 20:39 അത് കാണുമ്പോൾ ഇസ്രായേൽക്കാർ യുദ്ധക്കളത്തിലേക്ക് തിരിച്ചു വരണമെന്നായിരുന്നു ധാരണ.
യുദ്ധം ആരംഭിച്ച് ഏതാണ്ട് 30 ഇസ്രായേൽക്കാരെ വധിച്ചപ്പോഴേക്കും ആദ്യ യുദ്ധത്തിലെ പോലെ അവർ നമ്മോട് പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിനു മുമ്പുള്ള വാക്യത്തിൽ അവർക്കൊരു അടയാളമുണ്ടായിരുന്നു, പുകപടലം ഉയർത്തണമെന്ന്. അപ്പോൾ അത് കാണുമ്പോൾ എന്ത് ചെയ്യണമെന്നായിരുന്നു ധാരണ? ഇസ്രായേൽക്കാരെ യുദ്ധക്കളത്തിലേക്ക് തിരിച്ചു വരണമെന്നായിരുന്നു ധാരണ. അപ്പോൾ യുദ്ധം ആരംഭിച്ചാൽ 30 വരെ കൊന്നു. എത്ര വരെ കൊന്നു കഴിഞ്ഞപ്പോഴാണ്? 30 വരെ കൊന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് അവർ വിചാരിച്ചു, ബെഞ്ചമിൻ ഗോത്രക്കാർ വിചാരിച്ചു ആദ്യ യുദ്ധത്തിലെ പോലെ തന്നെ അവർ നമ്മോട് പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ പറഞ്ഞു. അതാണ് സംഭവിച്ചത്. 20:39 അത് കാണുമ്പോൾ ഇസ്രായേൽക്കാർ യുദ്ധക്കളത്തിലേക്ക് തിരിച്ചു വരണമെന്നായിരുന്നു ധാരണ. യുദ്ധം ആരംഭിച്ച് 30 ഇസ്രായേൽക്കാരെ വധിച്ചപ്പോഴേക്കും ആദ്യ യുദ്ധത്തിലെ പോലെ അവർ നമ്മോട് പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ പറഞ്ഞു. 20:40 പക്ഷേ പട്ടണത്തിൽ നിന്ന് പുകപടലം ഉയരാൻ തുടങ്ങിയപ്പോൾ ബെഞ്ചമിൻ ഗോത്രക്കാർ തിരിഞ്ഞു നോക്കി. അതാ പട്ടണം കത്തി പുകപടലം ആകാശത്തിലേക്ക് ഉയർന്നു. അന്നേരം എപ്പോഴാണ് ബെഞ്ചമിൻ ഗോത്രക്കാർ തിരിഞ്ഞു നോക്കിയത്? പട്ടണത്തിൽ നിന്ന് പുകപടലം ഉയരാൻ തുടങ്ങിയപ്പോൾ. പട്ടണത്തിൽ നിന്ന് പുകപടലം ഉയരാൻ തുടങ്ങിയപ്പോൾ ആരെ തിരിഞ്ഞു നോക്കിയത്? ബെഞ്ചമിൻ ഗോത്രക്കാർ. അപ്പോൾ അവർ കണ്ടത് എന്താ? അതാ പട്ടണം കത്തി പുകപടലം ആകാശത്തിലേക്ക് ഉയർന്നു. അപ്പം 20:40 പക്ഷേ പട്ടണത്തിൽ നിന്ന് പുകപടലം ഉയരാൻ തുടങ്ങിയപ്പോൾ ബെഞ്ചമിൻ ഗോത്രക്കാർ തിരിഞ്ഞു നോക്കി. അതാ പട്ടണം കത്തി പുകപടലം ആകാശത്തിലേക്ക് ഉയർന്നു. 20:41 ഇസ്രായേൽക്കാർ തിരിച്ചു വന്നു. ബെഞ്ചമിൻകാർ സംഭ്രാന്തരായി. നാശം അടുത്തെന്ന് അവർ കണ്ടു. അപ്പോൾ ആരെ തിരിച്ചു വന്നത്? ഇസ്രായേൽക്കാർ തിരിച്ചു വന്നു. ആരാണ് സംഭ്രാന്തരായത്? ബെഞ്ചമിൻകാർ സംഭ്രാന്തരായി. അപ്പോൾ ഇസ്രായേൽക്കാർ എന്ത് ചെയ്തു? തിരിച്ചു വന്നു. ബെഞ്ചമിൻകാർ എന്ത് ചെയ്തു? സംഭ്രാന്തരായി. അവരെന്താ കണ്ടു? ബെഞ്ചമിൻകാർക്ക് എന്താ മനസ്സിലായത്? നാശം അടുത്തെന്ന് അവർ കണ്ടു. എന്തടുത്തെന്ന്? നാശം അടുത്തെന്ന് അവർ കണ്ടു. 20:41 ഇസ്രായേൽക്കാർ തിരിച്ചു വന്നു. ബെഞ്ചമിൻകാർ സംഭ്രാന്തരായി. നാശം അടുത്തെന്ന് അവർ കണ്ടു. 20:42 അതുകൊണ്ട് അവർ ഇസ്രായേൽക്കാരെ വിട്ട് മരുഭൂമിയിലേക്ക് പലായനം ചെയ്തു. പക്ഷേ അവർ കുടുങ്ങിയതേയുള്ളൂ. പട്ടണത്തിൽ നിന്ന് വന്നവർ അവരോട് ഏറ്റുമുട്ടി അവരെ നശിപ്പിച്ചു. അപ്പോൾ ബെഞ്ചമിൻകാരെ ഇസ്രായേൽക്കാരെ വിട്ട് എങ്ങോട്ടാണ് പലായനം ചെയ്തത്? മരുഭൂമിയിലേക്ക് പലായനം ചെയ്തു. ആരാ ഇസ്രായേൽക്കാരെ വിട്ട് മരുഭൂമിയിലേക്ക് പലായനം ചെയ്ത്? ബെഞ്ചമിൻകാർ ആരെ വിട്ട മരുഭൂമിയിലേക്ക് പലായനം ചെയ്തത്? ഇസ്രായേൽക്കാരെ വിട്ട്. അവർ ഇസ്രായേൽക്കാരെ വിട്ട് മരുഭൂമിയിലേക്ക് എന്ത് ചെയ്തു? പലായനം ചെയ്തു. പക്ഷേ എന്ത് സംഭവിച്ചു? ബെഞ്ചമിൻകാരെ കുടുങ്ങിയതേ ഉള്ളൂ. ആരാണ് അവരെ നശിപ്പിച്ചത്? പട്ടണത്തിൽ നിന്ന് വന്നവർ അവരുടെ ഏറ്റുമുട്ടി അവരെ നശിപ്പിച്ചു. 20:42 അതുകൊണ്ട് അവർ ഇസ്രായേൽക്കാരെ വിട്ട് മരുഭൂമിയിലേക്ക് പലായനം ചെയ്തു. പക്ഷേ അവർ കുടുങ്ങിയതേ ഉള്ളൂ. പട്ടണത്തിൽ നിന്ന് വന്നവർ അവരോട് ഏറ്റുമുട്ടി അവരെ നശിപ്പിച്ചു. 20:43 ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രക്കാരെ വളഞ്ഞു. നോഹാഹ് മുതൽ കിഴക്ക് ഗിബെയ വരെ പിന്തുടർന്ന് അവരെ നിശേഷം പരാജയപ്പെടുത്തി. അപ്പോൾ ഇസ്രായേൽക്കാർ ആരെ വളഞ്ഞത്? ബെഞ്ചമിൻ ഗോത്രക്കാരെ വളഞ്ഞു. അല്ലെങ്കിൽ ബെഞ്ചമിൻ ഗോത്രക്കാരെ ആരാ വളഞ്ഞത്? ഇസ്രായേൽക്കാർ വളഞ്ഞു. അവർ എവിടം വരെ പിന്തുടർന്നാണ് അവരെ നിശേഷം പരാജയപ്പെടുത്തിയത്? നോഹാഹ് മുതൽ കിഴക്ക് ഗിബെയ വരെ പിന്തുടർന്ന് അവരെ നിശേഷം പരാജയപ്പെടുത്തി. അപ്പോൾ 20:43 ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രക്കാരെ വളഞ്ഞു. നോഹാഹ് മുതൽ കിഴക്ക് ഗിബെയ വരെ പിന്തുടർന്ന് അവരെ നിശേഷം പരാജയപ്പെടുത്തി. 20:44 യുദ്ധവീരന്മാരായ 18,000 ബെഞ്ചമിൻ ഗോത്രക്കാർ നിലംപതിച്ചു. അപ്പം എത്ര ബെഞ്ചമിൻ ഗോത്രക്കാരാണ് നിലംപതിച്ചത്? യുദ്ധവീരന്മാരായ 18,000 ബെഞ്ചമിൻ ഗോത്രക്കാരാണ് നിലംപതിച്ചത്. അപ്പോൾ യുദ്ധവീരന്മാരായിരുന്നു 18,000 ബെഞ്ചമിൻ ഗോത്രക്കാരാണ് നിലംപതിച്ചത്. യുദ്ധവീരന്മാരായ 18,000 ബെഞ്ചമിൻ ഗോത്രക്കാർ നിലംപതിച്ചു. 20:44 യുദ്ധവീരന്മാരായ 18,000 ബെഞ്ചമിൻ ഗോത്രക്കാർ നിലംപതിച്ചു. 20:45 ശേഷിച്ചവർ തിരിഞ്ഞ് മരുഭൂമി റിമ്മോൺ പാറയിലേക്ക് ഓടി. അവരിൽ 5,000 പേർ പെരുവഴിയിൽ വെച്ച് കൊല്ലപ്പെട്ടു. ബാക്കിയുള്ളവരെ ഗീദോ വരെ ഇസ്രായേൽക്കാർ അനുധാവനം ചെയ്തു. അവരിൽ 2,000 പേര് വധിക്കപ്പെട്ടു. അപ്പം നമ്മൾ പറഞ്ഞു 18,000 ബെഞ്ചമിൻ ഗോത്രക്കാർ നിലംപതിച്ചു എന്ന് പറഞ്ഞു. അതിൻ്റെ ബാക്കിയുള്ളവരെ എങ്ങോട്ടാ ഓടിയത്? അവർ തിരിഞ്ഞ് മരുഭൂമി റിമ്മോൺ പാറയിലേക്ക് ഓടി. ഏത് പാറയിലേക്കാ? റിമ്മോൺ പാറയിലേക്ക് ഓടി. അത് എവിടെയാണ്? മരുഭൂമിയിലാണ്. റിമ്മോൺ പാറയിലേക്ക് ഓടി. അവരിൽ എത്ര പേരാണ് പെരുവഴി വെച്ച് കൊല്ലപ്പെട്ടത്? അവരിൽ 5,000 പേര് പെരുവഴി വെച്ച് കൊല്ലപ്പെട്ടു. 5,000 പേര് എങ്ങോട്ട് ഓടിയവരായിരുന്നു? അവർ മരുഭൂമി റിമ്മോൺ പാറയിലേക്ക് ഓടിയവരായിരുന്നു. അവർ പെരുവഴി വെച്ചാണ് കൊല്ലപ്പെട്ടത്. പിന്നെ ബാക്കിയുള്ളത് എവിടം വരെയാണ് ഇസ്രായേൽക്കാർ അനുധാവനം ചെയ്തത്? ഗിദോം വരെ ഇസ്രായേൽക്കാർ അനുധാവനം ചെയ്തു. പിന്നെ എത്ര പേരെ കൊല്ലപ്പെട്ടത്? 2,000 പേരും വധിക്കപ്പെട്ടു. പിന്നെ അവർ 2,000 പേരും വധിക്കപ്പെട്ടു. അപ്പോൾ 20:45 ശേഷിച്ചവർ തിരിഞ്ഞ് മരുഭൂമി റിമ്മോൺ പാറയിലേക്ക് ഓടി. അവരിൽ 5,000 പേർ പെരുവഴി വെച്ച് കൊല്ലപ്പെട്ടു. ബാക്കിയുള്ളവരെ ഗീദോം വരെ ഇസ്രായേൽക്കാർ അനുധാവനം ചെയ്തു. അവരിൽ 2,000 പേര് വധിക്കപ്പെട്ടു. 20:46
അങ്ങനെ അന്ന് ബെഞ്ചമിൻ ഗോത്രക്കാരായ 25,000 ധീരയോദ്ധാക്കൾ കൊല്ലപ്പെട്ടു. അപ്പം അന്ന് എത്ര ബെഞ്ചമിൻ ഗോത്രക്കാരാണ് കൊല്ലപ്പെട്ടത്? 25,000 ധീരയോദ്ധാക്കൾ കൊല്ലപ്പെട്ടു. 25,000 ധീരയോദ്ധാക്കൾ ആരായിരുന്നു? ബെഞ്ചമിൻ ഗോത്രക്കാരായിരുന്നു. അപ്പോൾ 2046 അങ്ങനെ അന്ന് ബെഞ്ചമിൻ ഗോത്രക്കാരായ 25,000 ധീരയോദ്ധാക്കൾ കൊല്ലപ്പെട്ടു. 2047 എന്നാൽ 600 പേർ മരുഭൂമി റിമോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ എത്ര പേരാണ് മരുഭൂമി റിമോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ടത്? 600 പേര്. 600 പേര് എങ്ങോട്ടാണ് ഓടി രക്ഷപ്പെട്ടത്? മരുഭൂമി റിമോൺ പാറയിലേക്കാണ് ഓടി രക്ഷപ്പെട്ടത്. 2047 എന്നാൽ 600 പേർ മരുഭൂമി റിമോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ടു. 2048 അവിടെ 4 മാസം താമസിച്ചു. ഇസ്രായേൽ തിരിച്ചു വന്ന് ബെഞ്ചമിൻ ഗോത്രക്കാരുടെ ദേശം വീണ്ടും ആക്രമിച്ചു. മനുഷ്യരെയും മൃഗങ്ങളെയും കണ്ണിക്കണ്ട എല്ലാറ്റിനെയും വാളിനിരയാക്കി പട്ടണങ്ങൾക്ക് തീ വെച്ചു. അപ്പം റിമോൺ പാറയിലേക്ക് ഓടിപ്പോയവർ എത്ര നാൾ അവിടെ താമസിച്ചത്? 4 മാസം അവിടെ താമസിച്ചു. ഇസ്രായേൽ തിരിച്ചു വന്ന് എന്ത് ചെയ്തു? ബെഞ്ചമിൻ ഗോത്രക്കാരുടെ ദേശം വീണ്ടും ആക്രമിച്ചു. അവരെ ആക്രമിച്ചത് എങ്ങനെയാണ്? മനുഷ്യരെയും മൃഗങ്ങളെയും കണ്ണിക്കണ്ട എല്ലാറ്റിനെയും വാളിന് ഇരയാക്കി. മനുഷ്യരെയും മൃഗങ്ങളെയും കണ്ണിക്കണ്ട എല്ലാറ്റിനെയും വാളിന് ഇരയാക്കി. പിന്നെ തീ വെച്ചു, പട്ടണങ്ങൾക്ക് തീ വെച്ചു. അപ്പോൾ 2048 അവിടെ 4 മാസം താമസിച്ചു. ഇസ്രായേൽ തിരിച്ചു വന്ന ബെഞ്ചമിൻ ഗോത്രക്കാരുടെ ദേശം വീണ്ടും ആക്രമിച്ചു. മനുഷ്യരെയും മൃഗങ്ങളെയും കണ്ണിക്കണ്ട എല്ലാറ്റിനെയും വാളിന് ഇരയാക്കി. പട്ടണങ്ങൾക്ക് തീ വെച്ചു. അപ്പോൾ നമ്മുടെ 20-ാം അധ്യായം പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ഒരിക്കൽ കൂടി ഈ വചനഭാഗങ്ങൾ മനസ്സിരുത്തി വായിച്ച് ഓരോ വചനഭാഗം ഹൃദിസ്ഥമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി.